ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനിവിടെ ഉണ്ടാക്കുന്നത് ഇത് പാവയ്ക്ക, അതായത് കൈപ്പക്ക കൊണ്ടാട്ടമാണ് ഞാനിവിടെ ഉണ്ടാക്കുന്നത്. അതായത് പച്ച കൈപ്പക്ക എങ്ങനെ കൊണ്ടാട്ടം ഉണ്ടാക്കാം നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ ഇത് പച്ച കൈപ്പക്കയാണ്. അപ്പോൾ അത് നമുക്ക് റൗണ്ടിൽ കട്ട് ചെയ്തെടുക്കാം. അതിൻ്റെ കുരുവൊന്നും കളയേണ്ട ആവശ്യമൊന്നുമില്ല. ഡയറക്റ്റായിട്ട് അങ്ങനെ കുരുവോടെ നമുക്ക് റൗണ്ടിൽ കട്ട് ചെയ്തെടുക്കാം. ഞാൻ കാണിക്കുന്നില്ല, അതേ രീതിയിൽ വേണം കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇതിനെല്ലാം കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് അതിന്റെ മുകളിലായിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കും. ഉപ്പിട്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉപ്പ് കുറച്ച് കൂടുതലായിട്ട് ഇട്ട് കൊടുക്കാം. കൈപ്പക്കയുടെ കയ്പ്പ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഇച്ചിരി കൂടുതൽ വേണം ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒരു അരമണിക്കൂർ നേരം അങ്ങനെ വെക്കണം. അപ്പൊ അതിന്റെ ഇടയിൽ 2-3 പ്രാവശ്യം ഒന്ന് ഇതേപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നന്നായി ഉപ്പ് പിടിച്ച് നന്നായി ഉപ്പൊക്കെ കറക്റ്റ് ആവും. അപ്പൊ അതിന് കുറച്ച് വെള്ളം വന്നിട്ടുണ്ടാവും. ആ വെള്ളമൊക്കെ നമുക്ക് മാറ്റിയെടുക്കണം. അതുകൊണ്ട് നമുക്ക് കൈ കൊണ്ട് ഒന്ന് ജസ്റ്റ് നന്നായി പിഴിഞ്ഞിട്ട് വേണം ഒരു വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റിയെടുക്കാം. ഇതുപോലെ ഞാൻ അപ്പുറത്ത് ചീനച്ചട്ടിയിൽ എണ്ണ ചൂടാൻ വേണ്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പൊ എണ്ണ ചൂടായതിനു ശേഷം നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം, ഫ്രൈ ചെയ്തെടുക്കാം. വളരെ സിമ്പിളാണ്, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. നമുക്ക് വേറെ ഒന്നും എന്താ പറയാ, ഭക്ഷണത്തെ വേറെ ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഇതാക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് നന്നായി ഭക്ഷണം കഴിക്കാനും പറ്റും. ഇത് എല്ലാരും ഉണ്ടാക്കി നോക്കണം. അതിന് കൂടെ നമ്മൾ ഇത് എണ്ണയിലിട്ടതിന് ശേഷം വേറെ ഉപ്പ് ഇടേണ്ട ആവശ്യമൊന്നുമില്ല. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം. നന്നായി ബ്രൗൺ കളർ വന്നതിന് ശേഷം അത് മാറ്റിയെടുക്കാം. ഇതിപ്പോ ബ്രൗൺ കളർ വന്നു, നമ്മളുടെ കൈപ്പക്ക കൊണ്ടാട്ടം റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇത് വളരെ സിമ്പിളാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.